ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോട്ടൺ ഫാബ് തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി, ഏതാണ്ട് ഒരു 1.5 ആഴ്ചയായിട്ടുണ്ടാവും തോന്നുന്നു. അപ്പോൾ ഇനിയും വൈകിക്കണ്ടെന്ന് വിചാരിച്ചു. കഴിഞ്ഞ വർഷവും പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നല്ല റെസ്പോൺസായിരുന്നു. അപ്പോൾ ഇത്തവണയും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ കലൂരുള്ള ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് ഈ ഒരു എക്സിബിഷൻ നടക്കുന്നത്. കോട്ടൺ ഫാബ് എന്നാണ് ഇതിൻ്റെ പേര്. മിക്കവർക്കും അറിയാമെന്നറിയാം, പക്ഷെ കുറച്ച് പേർക്ക് അറിയില്ലല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. രാവിലെ 10:30 തുടങ്ങി രാത്രി 9 മണി വരെയാണ് ഈ ഒരു എക്സിബിഷൻ ഉള്ളത്. അത് ഓഗസ്റ്റ് 16 വരെ ഉണ്ട് കേട്ടോ. ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഹാൻഡ്ലൂം അല്ലെങ്കിൽ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ കൂടുതലും ഷോക്കേസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതൊക്കെ ഇവിടെ നിന്ന് വാങ്ങാം. ജൂത്തീസ് ഉണ്ടാവും, അതുപോലെ തന്നെ അൺസ്റ്റിച്ച്ഡ് മെറ്റീരിയൽസ്, സാരീസ്, അങ്ങനെ എല്ലാം തന്നെ ഉണ്ടാവും. കേരളത്തിൻ്റെ കുത്താമ്പുള്ളി എന്നുള്ള ഒരു സ്റ്റോളും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. ചേച്ചിയുടെ പേരെന്താ? റിപ്പീറ്റ്. ഓക്കെ ഓക്കെ, കൊള്ളാം. വേറെ ഉണ്ടോ ഹാൻഡ് പെയിൻറ്റഡ്? ഇത് ഹാൻഡ് പെയിന്റ് ആണോ? ഇത് പ്രിന്റ് അല്ലേ? ഇത് പ്രിന്റ്. നമ്മുടെ കേരളത്തിൽ തന്നെ കുറേ സ്മോൾ സ്കെയിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുടെ കുറേ സ്റ്റോൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ തന്നെ യുണീക്കായിട്ട് തോന്നിയ കുറച്ചെണ്ണം ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചേച്ചിയുടെ ഹാൻഡ് പെയിൻറ്റഡ് സാരീസൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ട്. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ആദ്യം കാണുന്ന 2-3 സ്റ്റോളുകളിലാണ് ഈ ചേച്ചിയുടെ വരുന്നത്. അപ്പോൾ ഹാൻഡ് പെയിൻറ്റഡ് സാരി മാത്രമല്ല, മൊഡാൽ സിൽക്കും അങ്ങനെ കുറേ ഉണ്ട്. കുപ്പിവളകൾ വീണ്ടും ട്രെൻഡിലേക്ക് കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഓണവും കൂടി ആയതുകൊണ്ട് സെറ്റ് സാരിയുടെ കൂടെ പെയർ ചെയ്യാൻ പറ്റുന്ന എല്ലാ കളറിലുള്ള വളകളും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കുപ്പിവളകളെക്കാളും ഈ ഒരു ബ്രെയ്ഡഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഗോവയിലൊക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടില്ല, ഇങ്ങനെ തലമുടിയിൽ പിന്നിടുമ്പോൾ കൂട്ടത്തിൽ പിന്നിടാൻ പറ്റുന്ന ഷെല്ലൊക്കെ പിടിപ്പിച്ച ഒരു ബ്രെയ്ഡ്സ്. അത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സെക്ഷൻ, ഇത് ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ഒരു കാര്യമാണ് നമ്മുടെ കോട്ടൺ ഫാബിൽ. എല്ലാ വർഷവും ഉണ്ടാവും. എല്ലാ വർഷവും പോയി ഇങ്ങനെ കണ്ടു കൊതിച്ചിട്ട് തിരിച്ചു വരും. കാര്യം വീട്ടിൽ മേടിച്ച് വെക്കാൻ പറ്റില്ല, ശിവൊക്കെ ഉള്ളത് കൊണ്ട് എന്താണെങ്കിലും പൊട്ടിക്കും. അപ്പോൾ ശിവൊക്കെ കുറച്ച് വളർന്നു കഴിയുമ്പോൾ ഇത് വാങ്ങിക്കാം. ഈ ഒരു കുടയുടെ ഈ ഒരു ക്രോക്കറി കണ്ടിട്ടാണ് ഞാൻ അവിടേക്ക് ചെന്നത്. അപ്പം അത് കുറേ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട് കേട്ടോ. എല്ലാം കയറി ഒന്ന് കണ്ടു നോക്കി, എല്ലാ വർഷത്തെയും പോലെ കണ്ടിട്ട് തിരിച്ചിറങ്ങി വന്നു, അത്രേ ഉള്ളൂ. സീറ്ററായിട്ടും അതുപോലെ തന്നെ ഡൈനിങ് ടേബിൾ കം അതിൻ്റെ ബെഞ്ചായിട്ടും കൂടി മാറ്റാവുന്ന രീതിയിലുള്ള ഈ ഒരു സംഭവമായിരുന്നു ഇവിടുത്തെ താരം കേട്ടോ. അപ്പോൾ ഇതിന് ഏകദേശം നമുക്കൊരു 25,000-ൻ്റെ താഴെയായിട്ടാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ ഈ ഒരു സെക്ഷനിൽ വരുന്നതിനൊക്കെ സൺഡേ പ്രമാണിച്ച് കുറച്ചും കൂടി ഓഫർ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പോയത് ജ്വല്ലറിയുടെ ഒരു ഷോപ്പിലേക്കാണ്. അപ്പം കുറച്ചെണ്ണം ട്രൈ ചെയ്തു. ഇവിടെ നിന്ന് ഒരെണ്ണം വാങ്ങുകയും ചെയ്തു കേട്ടോ. നല്ല കുറേ സ്റ്റേറ്റ്മെൻറ്റ് ജ്വല്ലറി ആയിരുന്നു ഈ ഒരു കുട്ടിയുടെ കയ്യിലുണ്ടായിരുന്നത്. അമ്മയും മോളും കൂടിയാണ് ഇവിടെ ഈ ഒരു ഷോപ്പ് നടത്തുന്നത്. അപ്പോൾ ഈ ഒരു ഷോപ്പ് പ്രൊമോട്ട് ചെയ്യാതിരിക്കാൻ എനിക്ക് പറ്റില്ല, കാരണം ഇവരെൻ്റെ നാട്ടുകാരാണ്. തുറവൂരിൽ നിന്നുള്ള ഒരു കുട്ടിയായിരുന്നു ഈ ഒരു ഷോപ്പിൻ്റെ ഓണർ. ഞാൻ നേരത്തെ കാണിച്ചില്ലേ ഹാൻഡ് പെയിൻറ്റ് ചെയ്തിരുന്ന സാരിയുടെ, കയറി ചെല്ലുമ്പോൾ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ഷോപ്പാണ് ഇതും. എറണാകുളത്തുള്ളവരൊക്കെ കോട്ടൺ ഫാബിന് മെയിനായിട്ട് പോകുന്നത് ചെരുപ്പ് വാങ്ങാനാണ്, പ്രത്യേകിച്ച് ജൂത്തീസ് വാങ്ങാനാണ്. പിന്നെ ബ്രൈഡൽ വെയർ ആയിട്ടുള്ള ഒരുപാട് ജൂത്തീസ് അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഷോപ്പ് മിസ് ചെയ്യാതെ നമ്മൾ എന്തായാലും കയറി നോക്കുമെങ്കിലും ചെയ്യണം, അത്രയും കളർഫുള്ളാണ്. ഈ ഒരു ഷോപ്പിലാണെങ്കിൽ എപ്പോൾ പോയാലും ഭയങ്കര തിരക്കുമായിരിക്കും കേട്ടോ. അപ്പോൾ മിക്കവരും പറയുന്നത് ഇത് മേടിച്ച് കഴിഞ്ഞാൽ കുറേ നാൾ ലാസ്റ്റും ചെയ്യും. നമ്മൾ മഴയത്തൊന്നും ഇടാതിരുന്നാൽ മതി, കുറച്ചൊന്ന് സൂക്ഷിച്ച് കഴിഞ്ഞാൽ കുറേ നാൾ ഇത് ഈട് നിൽക്കുമെന്നാണ് എല്ലാവരും പറയുന്നത്. ഈ ഒരു ഫോട്ടോ ബൂത്ത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എന്തായാലും ഒരു ഫോട്ടോ എടുത്ത് കളയാം എന്ന് വിചാരിച്ച് പോയതാണ്. ഈ ഫുൾ സൽവാർ മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് 1400 രൂപയാണ്. പക്ഷേ ഇത്
ഈ ഡിസ്പ്ലേയിൽ കാണുമ്പോൾ അറിയാം ഫുൾ വർക്ക് ചെയ്തിരിക്കുന്ന ഒരു മെറ്റീരിയലാണ്. ഇതിൻ്റെ പല കളേഴ്സും ഉണ്ട് കേട്ടോ. കാണാൻ തന്നെ നല്ല രസമുണ്ട്. അതല്ലാതെ ദുപ്പട്ടാസ് മാത്രം ഇതുപോലത്തെ കാന്താ സ്റ്റിച്ചും അതുപോലെ വർക്ക് ചെയ്തതൊക്കെ ഉണ്ടായിരുന്നു. മൾബറി സിൽക്ക് മെറ്റീരിയലിൽ വരുന്ന ഈ ഒരു ചുരിദാർ മെറ്റീരിയലിന് ശരിക്കും റേറ്റ് വരുന്നത് 1500 പക്ഷേ ഡിസ്കൗണ്ടഡ് റേറ്റ് ഇപ്പോൾ 1200 കൊടുക്കുന്നത്. പിന്നെ സാരികൾക്കൊക്കെ ആണെങ്കിൽ എല്ലാത്തിനും തന്നെ 1500 അവിടുത്തെ റേറ്റ് വരുന്നത്. ബാക്കിയുള്ള കളക്ഷനൊക്കെ അടുത്ത വീഡിയോയിൽ കണ്ടാലോ? അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. ഇനി ബാക്കിയുള്ള സെക്കൻഡ് പാർട്ട് കാണാനായിട്ട് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.